ഹലോ എല്ലാവർക്കും. ഇന്നും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് മാക്ബെല്ലോ എന്ന് പറയുന്ന ഏറ്റുമാനൂരുള്ള ഒരു സലോണിൽ പോയി നെയിൽസ് ഒക്കെ ചെയ്തു. അതിനുശേഷം രാവിലെ രാജമ്മയും ബെന്നിപ്പായും എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെയും കൂട്ടി ഡ്രസ് ഷോപ്പിങ്ങിന് പിന്നെയും ലക്ഷ്മി സിൽക്സിൽ തന്നെ പോയി കോട്ടയത്ത്. അതിനുശേഷം കുറച്ച് ഫുഡൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലത്ത് കയറി. എല്ലാവരുമായിട്ടും ഓഫ് കോഴ്സ് ശ്രീനിച്ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അതിനുശേഷം വൈകുന്നേരം ഞങ്ങൾ റെഡിയായി പോയത് ജോഷുവയുടെ മനസ്സമ്മതത്തിനാണ്. ചേർത്തലയിലായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനസ്സമ്മതമായിരുന്നു. മെൽവി ആൻഡ് ജോഷ് വാസ് സോ ക്യൂട്ട്. അതിനുശേഷം എല്ലാവരോടും ഹായ് ഒക്കെ പറഞ്ഞ് ഞാനും അപ്പായും എല്ലാവരും കൂടെ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകണമായിരുന്നു. കാരണം അത് പള്ളിയുടെ അടുത്തല്ലായിരുന്നു. റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോഴേക്കും എല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒത്തിരി ഫുഡ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യമേ എവിടെയെങ്കിലും പോയി സീറ്റ് പിടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ജോഷുവയുടെ കസിൻസ് വേറെ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരെയും കൂട്ടി ഞങ്ങൾ വന്ന് ഇരുന്നു. പക്ഷെ ഞങ്ങളോട് പറഞ്ഞു ഫ്രണ്ടിൽ പോയിരിക്കാൻ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ പിള്ളേരെല്ലാവരുമായിട്ട് കളിച്ച് അവർ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഭയങ്കര ഗ്രാൻഡ് എൻട്രി ഒക്കെ ആയിരുന്നു. അതിനുശേഷം അവരുടെ ഫോട്ടോസ് എടുത്തു, ക്യാൻഡിൽ ലൈറ്റ് ചെയ്തു, കേക്ക് കട്ട് ചെയ്തു, ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ ഒത്തിരി മിസ് ചെയ്യുന്നത് ജോഷുവയുടെ ഫാദറിനെയാണ്. നമ്മുടെ എല്ലാവരുടെയും ഭയങ്കര പ്രിയപ്പെട്ട ലോക്സ്റ്റൺ അങ്കിൾ. മേ ഹി റെസ്റ്റ് ഇൻ പീസ്. സോ എന്തോ ഒരു സന്തോഷം ഉണ്ടെങ്കിലും ലിസാനയുടെ മുഖത്ത് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. എല്ലാവരുടെ ഉള്ളിൽ ഭയങ്കര സങ്കടമായിരുന്നു. ബിക്കോസ് ലോക്സ്റ്റൺ അങ്കിൾ എല്ലാവരുടെയും ഭയങ്കര പ്രിയപ്പെട്ട ഒരു അങ്കിളായിരുന്നു. ഒത്തിരി നന്നായിട്ട് പാട്ടൊക്കെ പാടി നമ്മുടെ അടുത്ത് എപ്പോഴും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് നമുക്ക് കിട്ടുന്നൊരു നല്ല ഒരു അങ്കിളായിരുന്നു കേട്ടോ. സോ ഒത്തിരി മിസ് ചെയ്തു പുള്ളിക്കാരനെ. പക്ഷേ ജോഷുവ ലുക്കിൻ ഓസം. മെൽവിയൊക്കെ ഡാൻസ് കളിക്കാൻ റെഡി ആയിരുന്നു. പക്ഷേ ജോഷുവ ഭയങ്കര ഷൈ ആണ്. ഹീസ് വൺ ഓഫ് അവർ ക്യൂട്ടസ്റ്റ് ബ്രദേഴ്സ്. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ അടിക്കാൻ നോക്കുമ്പോഴേക്കും തന്നെ ഈ മനുഷ്യൻ പഴത്തിൻ്റെ അടുത്ത് ഫുൾ ടൈം ഇരിക്കുമായിരുന്നു ആയിട്ട്. പിന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അവിടെ ഞങ്ങളുടെ വേറൊരു ആൻറ്റി ഉണ്ടായിരുന്നു, ഓച്ചി. എന്നിട്ട് കുറേ ഫാമിലി ഫോട്ടോസ് എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ചു. ഒത്തിരി നാൾ കൂടിയായിരുന്നു ഇത്രയും നല്ല ഗ്രാൻഡായിട്ട് നമ്മൾ പരിപാടിയൊക്കെ നടത്തിയത്. പക്ഷേ ഫാമിലി എല്ലാവരുമായിട്ട് ഞങ്ങൾ കൂടി. സോ ബൈ.